പണ്ഡിതന്മാരെ, നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പൊന്നനിയന്മാരെ, അനിയത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ 29ാമത്തെ പ്രോഫ്കോൺ കേരളത്തിൻ്റെ പുറത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ ഒരു മഹത്തായ സന്തോഷത്തിൻ്റെ പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു സംഗമം സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ ക്ഷീണിതരായി പ്രയാസപ്പെട്ട് 2-3 ദിവസങ്ങളിൽ മണിക്കൂറുകളോളമായി ഇവിടെ ഒരു തിരിച്ചുപോക്കിന് വേണ്ടി മടങ്ങിപ്പോകുവാനുള്ള യാത്ര മനസ്സിൽ കരുതിക്കൊണ്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഏറെ പറഞ്ഞു മുഷിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളിവിടെ വന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ സന്ദേശങ്ങൾ കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചവരാണ്, അതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വളരെ സ്തുതിയോടുകൂടി നിങ്ങൾ ഓർക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ഇന്നലകളെ കുറിച്ച് വളരെ ദുഃഖത്തോടെ, വളരെ പ്രയാസത്തോടെ, സങ്കടത്തോടെ ഈ സമ്മേളന നഗരിയിൽ വെച്ച് നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും. ആ തീരുമാനങ്ങൾ എനിക്കിനി എൻ്റെ ക്യാമ്പസിലേക്ക് മടങ്ങിപ്പോയാൽ എനിക്ക് നല്ലൊരു ജീവിതം ജീവിക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള സൃഷ്ടാവായ റബ്ബിൻ്റെ സന്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുമൊഴികളാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പമെങ്കിലും ഈമാനുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഫദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യും, വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യും. എല്ലാവർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ഈമാനുള്ളവർക്ക് ഉപദേശങ്ങൾ ഉപകരിക്കാതിരിക്കില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചതെന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ തിരിച്ചു ചെല്ലുന്ന ക്യാമ്പസിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന നിങ്ങൾ മാത്രമേ ഈ ഖുർആനും ഹദീസുമൊക്കെ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ തിരിച്ചു മടങ്ങി ചെല്ലുന്ന നിങ്ങളുടെ ക്യാമ്പസ് പഴയ ക്യാമ്പസ് തന്നെയാണ്. നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റൽ റൂമുകൾ അതതിൻ്റെ പഴയ രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെയുള്ള നിങ്ങളുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ കോളേജിൻ്റെ പരിസരം, അതിൻ്റെ സാഹചര്യങ്ങൾ അതൊക്കെ പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടാകും. അതിനിടയിലേക്കാണ് വെളിച്ചവുമായിക്കൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നന്നാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ തടസ്സമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകാരാണ്. സാഹചര്യമാണ് എന്നെയും നിങ്ങളെയും നന്നാക്കുന്നത്, അതേ സാഹചര്യമാണ് നമ്മെ ദുഷിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു സാഹചര്യം, എന്തിന് എനിക്ക് രക്ഷപ്പെടണം, വീണ്ടും തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് ഞാൻ പോയി ചാടരുത്, അതിനാവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു മുൻകരുതൽ, ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയേ പറ്റൂ. ഒന്നാമതായി അതിന് വേണ്ടത് നമുക്ക് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ ഞാനിതാ ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രകാശപൂർണമായ സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾ സദാ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം. കാരണം ആ മാതാപിതാക്കളാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നിങ്ങളെ ഈ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിട്ടത്. അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ സ്വപ്നങ്ങളൊക്കെ അവരിങ്ങനെ താലോലിച്ച് നിങ്ങൾ അവസാന സർട്ടിഫിക്കറ്റും വാങ്ങി, കോൺവെക്കേഷന്റെ ദിവസത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളൊക്കെ വാങ്ങി പുറത്തേക്കിറങ്ങി വരുന്ന കാഴ്ച കാണാൻ അവർ കാത്തിരിക്കുകയാണ്. ഒരുപാട് മോഹങ്ങളുണ്ട് അവർക്ക്. ആ രക്ഷിതാക്കളുമായി നിങ്ങൾ നിരന്തര ബന്ധം വേണം. ഏത് ഫീസ് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഫീസിന്റെ അടക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്
എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. പല വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നത് ഫീസ് കിട്ടാനും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ലഭിക്കുവാനും വേണ്ടി മാത്രമാണ്. ചിലരൊക്കെ അത് ഉമ്മയിൽ ഒതുക്കും, ഉമ്മയെ കൊണ്ട് ഉപ്പയോട് പറയിപ്പിക്കും. ചില മക്കൾക്കൊന്നും ഉപ്പമാരോട് സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം പോലുമില്ല. അത്രയും അവരുമായി ഒരു അവഗണനയും ഒക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കാരണം നമ്മുടെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരറ്റേണ്ടി വന്നാൽ, ഉപ്പ കരയേണ്ടി വന്നാൽ, ആ കണ്ണുനീരിന് പകരം നൽകുവാൻ ഒരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് നിരന്തരമായി ഉമ്മയെയും ഉപ്പയെയും വിളിച്ചുകൊണ്ടിരിക്കണം, ക്ഷേമാന്വേഷണങ്ങൾ നടത്തണം. അവർ നിങ്ങളോടപ്പോൾ സ്നേഹത്തോടെ ചോദിക്കും, ഈമാനുള്ള ഉപ്പമാരും ഉമ്മമാരും നിങ്ങളോട് ചോദിക്കും, മോനെ ഇന്ന് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഇന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് നീ ഖുർആൻ ഓതിയിട്ടില്ലേ മോനെ? ഇന്ന് നീ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലിയിട്ടില്ലേ? നീ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറയുമ്പോ സത്യസന്ധമായി ആ ഉമ്മയോട് മറുപടി പറയണം, ആ ഉപ്പമാരോട് മറുപടി പറയണം. അങ്ങനെ സത്യസന്ധമായി മാതാപിതാക്കളോട് നിങ്ങൾ അങ്ങോട്ടും അവർ നിങ്ങളോട് ഇങ്ങോട്ടും ഇടപെടുന്നവരോ നല്ല അന്തരീക്ഷം നിങ്ങൾ കൃത്യമായി നിലനിർത്തുകയാണെങ്കിൽ ഇടയ്ക്കിടെ ഉമ്മയും ഉപ്പയും നിങ്ങളെ അന്വേഷിക്കും. നിങ്ങൾ അങ്ങോട്ട് പങ്കുവെക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. മൂന്നാമതായി വേണ്ടത്, ഉമ്മയും ഉപ്പയും ഒക്കെ അകലെയാണ്, ബന്ധുമിത്രാദികളൊക്കെ അകലെയാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു വലയമുണ്ട്, അതാണ് നിങ്ങളുടെ കൂട്ടുകാർ. ആ കൂട്ടുകാരാണ് നിങ്ങൾ നന്നാവാൻ സമ്മതിക്കാതെ നിങ്ങളുടേതായ പ്രത്യേകമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വീണ്ടും തിന്മകളുടെ ചെളിക്കുണ്ടിലേക്ക് നിങ്ങളെ വലിച്ചഴക്കുക. ആ രൂപത്തിലുള്ള കൂട്ടുകാരാണോ? വളരെ ജാഗ്രത വേണം. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 208-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കണേ. ഇസ്ലാം എന്ന് പറയുന്നത് വലിയ വ്യാപകമായ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ വേഷവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വെളിച്ചം പകരുന്ന കൃത്യമായ നിലക്കുള്ള മതമാണ്. ആ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണേ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. ശൈത്താനിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ആ നിലക്ക് നിങ്ങളെ തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ആ നിലക്കുള്ള മോശപ്പെട്ട കൂട്ടുകാരുണ്ടോ എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞു ജാഗ്രതയോടെ നിൽക്കണം. അതേ അവസരത്തിൽ നിങ്ങൾ വീണ്ടും അതിലേക്കങ്ങ് പോവുകയാണെങ്കിൽ, ആ സാഹചര്യം അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം, നല്ല നല്ല കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളിതാ ഇവിടെ എത്താൻ എന്താണ് നിമിത്തമായത്? നല്ല കുറെ കൂട്ടുകാർ അവരുടെ കടമ നിർവഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു, നിങ്ങളുടെ ക്യാമ്പസുകളിൽ വന്ന് നേരിട്ടും അല്ലാതെയും ക്ഷണിച്ചു, നിങ്ങൾക്കിവിടെ എത്താൻ സാധിച്ചു. ഇതേപോലെ ക്യാമ്പസിനകത്തും പുറത്തും നിങ്ങൾക്ക് സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ കഴിയാവുന്ന, ഇസ്ലാമിനെ കുറിച്ച് ബോധമുള്ള, മതബോധമുള്ള, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, വളരെയേറെ വൃത്തിയായ മനസ്സും സ്വഭാവവും ഒക്കെയുള്ള ആളുകളുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധത്തിൻ്റെതായ വലയവുമായി നിങ്ങൾ ഇടയ്ക്കിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വിധത്തിലുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സംരക്ഷണ കവചം എന്ന നിലക്ക് നമ്മൾ ഒരുക്കി തയ്യാറാക്കി നിലനിർത്തിയാൽ ഇവിടെ നിന്ന് കേട്ടത് നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. കാരണം എവിടെയാണോ കൂട്ടുകൂടുന്നത് അങ്ങോട്ടാണ് നമ്മുടേതായ മനസ്സ് ചായുക. അതുകൊണ്ട് ചീത്തയായ കൂട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും നന്നായി ചിന്തിക്കണേ. ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത്, ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അതല്ലെങ്കിലുള്ള തകരാർ എന്താണ്? ആ ചതികളിൽ പെടാതെ നമ്മൾ ജീവിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ
അവിടെ പിശാചുക്കൾ നമ്മുടെ ഇടയിൽ ഇടപെടുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മാർഗങ്ങളാണ് നമുക്കതിനുള്ളത്. നിങ്ങൾക്ക് കൃത്യമായി റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ഖുർആൻ ഒരു താക്കീത് പറയുന്നുണ്ട്. നിങ്ങൾ ഇനിയും തെറ്റിപ്പോകുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതിന്റെ ശേഷവും വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയതിന്റെ ശേഷവും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ 3 ദിവസമായി നിങ്ങൾ ഈ ബയ്യിനാത്തുകൾ ഇവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ കേൾക്കുകയാണ്. ഖുർആൻ കേട്ടു, ഹദീസ് കേട്ടു, ജീവിതത്തിന്റെ വിശ്വാസങ്ങളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് പകരം നിങ്ങൾക്ക് ആ അറിവൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ പിഴച്ചു പോകുവാനാണ് സന്നദ്ധരാകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് എന്താണ്? ഫഅലമൂ, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു പ്രതാപവാനാണ്, ശക്തവാനാണ്. നിങ്ങളെ പിടിക്കാൻ അവന് മൈക്രോ സെക്കൻഡുകൾ പോലും വേണ്ട. നമ്മൾ കാണുന്നില്ലേ, നമുക്ക് മരിച്ചു പോകണ്ടേ? എത്രയെത്ര മരണവാർത്തകളാ നമ്മൾ കേട്ടത്. എത്രയെത്ര ഡെഡ് ബോഡികളുമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. എത്രയെത്ര നമ്മുടെ കൂടെ പഠിച്ച ആളുകളാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടത്. എത്രയോ ആളുകൾ മഹാരോഗങ്ങൾക്ക് അടിമകളായി വെന്റിലേറ്ററുകളിലും അതുപോലെ തന്നെയുള്ള ചികിത്സയുടേതായ കേന്ദ്രങ്ങളിലൂടെയും അവർ വർഷങ്ങളായി ബോധമില്ലാതെ പോലും കിടക്കുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ള ഈ വിധത്തിലുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ദിനത്തെ കുറിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കണമെന്നാണ് നമ്മോട് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മോട് പറയാനുള്ള മുഖ്യമായ ഒരു നിർദ്ദേശമാണ്. അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണമാകുന്ന സത്യത്തെ കുറിച്ച് അത് എപ്പോഴാണ് വരിക എന്നറിയില്ല. അതിന് പ്രായം പ്രശ്നമല്ല, രോഗം വേണമെന്നില്ല. നല്ല നല്ല ആരോഗ്യമുള്ള നല്ല നല്ല ചെറുപ്പക്കാരായ ആളുകളാണ് പെട്ടെന്ന് അങ്ങ് മരിച്ചു വീഴുന്നത്. മരണം എത്ര പെട്ടെന്നാ നടക്കുന്നത്. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്നാണ് ഖബറിലാക്കുന്നത്. എത്ര വലിയ സ്നേഹമുള്ള, എത്ര എൻ്റെ ചങ്കായിരുന്നു എന്ന് പറഞ്ഞാലും, എൻ്റെ എത്ര ആത്മാർത്ഥമായ കൂട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞാലും മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് ഏങ്ങലടിച്ചു വരിറ്റ് കണ്ണുനീരൊഴുക്കുകയല്ലാതെ നിസ്സഹായാവസ്ഥ മരണത്തിന്റെ മുമ്പിൽ നമ്മൾ നോക്കി നിൽക്കുകയാണ്. അവന്റെ മൃതദേഹമതാ കഫൻ പൊതിഞ്ഞു, അങ്ങനെ കൊണ്ടുപോയി. കഫൻ പൊതിയാൻ നേരത്ത് അവന്റെ ഡ്രസ്സൊന്ന് ഊരി, പുറത്ത് കാത്തു നിൽക്കുന്ന കണ്ണുനീരൊഴുകിക്കൊണ്ട് കാത്തു നിൽക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും ബന്ധുമിത്രാദികളുടെയും കൈകളിലേക്ക് മരിക്കുന്ന നേരത്ത് നമ്മൾ ധരിച്ചിരുന്ന പാൻറ്റും ഷർട്ടും അങ്ങ് ഊരിക്കൊടുത്തപ്പോ അതിലതാ ലഹരിയുടെ പൊതി കാണുകയാണ്. ചരസിന്റെ പൊതിയുണ്ട്, MDMA തരികളുണ്ട്. ആലോചിച്ചു നോക്കൂ, എത്രയോ ആളുകൾ അവരുടെ ജനാസ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും വേണ്ടി ബോഡിയിൽ നിന്ന് വസ്ത്രം നീക്കി കുടുംബത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ അതിൻ്റെ അകത്ത് MDMA തരികൾ, ലഹരിയുടെ മയക്കുമരുന്നിന്റെ അടയാളങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു മരണം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് സംഭവിക്കും? എപ്പോൾ സംഭവിക്കും? ഒരാൾക്കും പറയാനാവാത്ത സത്യമാകുന്ന മരണം. മരിച്ചാ പിന്നെ ഉടനെ നമ്മെ ഖബറിലാക്കി കഴിഞ്ഞു. ആരും നമ്മുടെ കൂടെയില്ല. 2-3 ദിവസമൊക്കെ നമ്മൾ ആ കൂട്ടുകാരനെ കുറിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അവനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അതേ അവസരത്തിൽ അപ്പോഴും അല്ലാഹു പറയുന്നത് എന്താ? കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിപ്പോയി? കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് കടമകൾ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനായിരുന്നല്ലോ. എന്നിട്ട് അവൻ എന്തേ ഒന്നും നിർവഹിക്കാതെയാണല്ലോ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ക്യാമ്പസിൽ നമുക്കൊക്കെ ശീലമുള്ളതെന്താണ്? അവകാശങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കലാണ്. അവകാശങ്ങൾ നേടും വരെ
മരണം വരെ ഞങ്ങൾ പോരാടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നമ്മൾ ക്യാമ്പസുകളിൽ ഘോരാവോ ചെയ്യുന്നു, നമ്മൾ പുറത്ത് പ്രകടനം നടത്തുന്നു, അടിപിടികളിൽ ഏർപ്പെടുന്നു, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു, ആരെയും വകവെക്കാത്ത നിലക്കുള്ള പലവിധത്തിലുള്ള കോമാളിത്തരങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു. പക്ഷേ ചിന്തിക്കണം, റഹ്മാനായ റബ്ബ് പറയുന്നില്ലേ, നമ്മെ കബറടക്കി കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ ജീവിതം തീരുന്നില്ലെന്ന് ഉറപ്പല്ലേ? സുമ്മ ഇദാ ശാഅ അൻശറ. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ വിളിയാളമുണ്ടാകുമ്പോൾ ഖബറിൽ നിന്ന് നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിലെത്തുകയാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ, അവിടെ രക്ഷപ്പെടാൻ നമ്മൾ അവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. എനിക്ക് കിട്ടാനുള്ളതൊക്കെ എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ വാശി. അതെൻ്റെ അധ്യാപകരിൽ നിന്ന് കിട്ടണം, സ്ഥാപനത്തിൽ നിന്ന് കിട്ടണം, ഹോസ്റ്റലിൽ നിന്ന് കിട്ടണം, നാട്ടിൽ നിന്ന് കിട്ടണം, വീട്ടിൽ നിന്ന് കിട്ടണം. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മരണം വരെ ഞാൻ പൊരുതുമെന്നാണ് നമ്മുടെ വാശി. അതിന് ഞാൻ എന്തും ചെയ്യും. പക്ഷേ ഒരു വേള ഒന്ന് സൈലന്റായി നമ്മളൊന്ന് ചിന്തിക്ക്. അവകാശങ്ങൾ മാത്രമാണോ എനിക്ക് കിട്ടേണ്ടത്? ഞാൻ ചില കടമകൾ നിർവഹിക്കേണ്ടതില്ലേ? എനിക്ക് ചില കടമകൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനും ചെയ്യേണ്ടതില്ലേ? എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള അവകാശങ്ങൾ മാത്രമാണോ ഞാൻ മറ്റുള്ളവരോടും ചെയ്യേണ്ട ചില കടമകൾ ബാക്കിയാക്കിക്കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ പരലോക കോടതിയിൽ ആര് എനിക്ക് വേണ്ടി വാദിക്കാനുണ്ടാകും? ഒന്നാമത്തെ കടമ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ ഇങ്ങോട്ടയച്ച പരിശുദ്ധനായ അള്ളാഹുവിനെ അറിയലാണ്. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ ഉദ്ഘാടന സംസാരത്തിൽ, അള്ളാഹുവിനെ അറിയലാണ് പ്രാഥമികമായ അറിവ്. അവന്റെ റസൂലിനെ അറിയലാണ് രണ്ടാമതായി വേണ്ടത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കലാണ് മൂന്നാമതായി വേണ്ടത്. അത് നിങ്ങൾ ഏത് തൊഴിലധിഷ്ഠിത ഏത് പ്രൊഫഷണൽ മേഖലയിലെ വിദ്യാർത്ഥികളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഖബറിലാണ് പോകേണ്ടത്. ആ ഖബറിൽ ഉടനടി ചോദ്യമുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ, നിന്റെ ദീനേതാണ്, നിന്റെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിനക്കെന്തറിയാമെന്നുള്ള ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നേരിടാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ആ അറിവ് നേടിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾ ദൈവങ്ങളെ, അതേപോലെ തന്നെയുള്ള ദർഗകളെ അതിനു ചുറ്റും നടന്ന് കറങ്ങിക്കൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവര് മരിച്ചു മണ്ണറഞ്ഞു പോയ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾക്ക് ചുറ്റുമാണ് അവരുടെ വേവലാതികൾ പറയുന്നത്, അവരുടെ പ്രയാസങ്ങൾ അവരോടാണ് പറയുന്നത്. ആ ഖബറുകളെയാണ് അവർ ചുംബിക്കുന്നത്, ആ ഖബറുകളിന്മേലാണ് അവർ പട്ടുമൂടുന്നത്, അവിടെയാണ് അവർ സുഗന്ധം തെളിക്കുന്നത്, അവിടെയാണ് അവർ പൂമാല ചാർത്തുന്നത്. അതിൻ്റെ മുമ്പിലാണ് അവരുടെ പ്രാർത്ഥനകളെങ്കിലും അവർ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സൃഷ്ടാവായ റബ്ബ് പൊറുക്കാത്ത പാപമാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ള ഏകനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ മുമ്പിൽ നമ്മൾ ഡെയിലി പറയുന്നുണ്ട്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ സാക്ഷിയാണ്, എന്നെ നോക്കിക്കോവന. അതിന്റെ അർത്ഥം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്തിന്? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം. റഹ്മാനായ റബ്ബാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നവൻ, അറിയുന്നവൻ, നമ്മെക്കുറിച്ച് നമ്മേക്കാൾ അറിയുന്നവൻ. അവനോട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവന്റെ മുമ്പിൽ സദാ നമ്മൾ തവക്കുലാക്കുക, അവനിൽ ഏൽപ്പിക്കുക. അവൻ വിധിച്ചതല്ലാത്ത മറ്റൊന്നും ഇവിടെ സംഭവിക്കുകയില്ല. അവൻ എനിക്ക് തരാൻ വിചാരിച്ചതൊന്നും ഇവിടെ തടുക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അവൻ എനിക്ക് തരേണ്ടതില്ല എന്ന് വിചാരിച്ച് മുടക്കി വെച്ചത് നേടിത്തരാൻ ഇവിടെ ഒരാളെ കൊണ്ടും സാധ്യമാകില്ല എന്ന ദൃഢമായ ആ ഒരു ബോധവും, അങ്ങനെ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ടുന്ന കടമകളിൽ അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്, 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ക്യാമ്പസുകളിൽ നമ്മളിൽ എത്ര പേര് നിസ്കരിക്കുന്നവരുണ്ട്? ഒരു വിഭാഗം ആളുകൾ തീരെ നിസ്കാരമില്ലാത്തവരാണ്. ചില ആളുകളോ ളുഹറും അസറും അവർക്കില്ല, അത് മഗ്രിബിന്റെ കൂടെ ഒന്നിച്ചൊരു നമസ്കാരം. വേറെ ചിലർക്കോ ആരെങ്കിലും നിസ്കരിക്കാൻ വിളിച്ചാൽ കൂടെ പോകുന്ന ഒരു സ്വഭാവം മാത്രം.
അല്ലാതെ അവർക്കതിനോടൊരു താല്പര്യമില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമ നമുക്ക് നിർവഹിക്കൂ എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമോ? അതുകൊണ്ട് സമയബന്ധിതമായി 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുവാനുള്ള കൽപ്പന സൂക്ഷ്മതയോടെ നിത്യമായി അതിൻ്റെ ക്രമത്തിൽ അതിൻ്റെ മര്യാദകളൊക്കെ പഠിച്ചുകൊണ്ട് യഥാർത്ഥമായ നിലക്ക് നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ക്യാമ്പസുകളിലെ എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ അടച്ച് ആക്ഷേപിക്കുകയല്ല. മറിച്ച് തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ട മുസല്ല നിസ്കാരത്തിൽ അവനവന്റെ നിസ്കാരം നിലനിർത്തി കിട്ടുവാൻ വേണ്ടി രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി സ്വന്തം റൂമിന്റെ ബെഡിന്റെ അടിയിൽ മുസല്ലകൾ സൂക്ഷിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ നല്ല തലങ്ങളിലേക്ക് നമ്മൾ ഉയരണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ചിലരൊക്കെ നിസ്കരിക്കാൻ പോകും, അവർക്ക് നിയമങ്ങൾ അറിയില്ല. നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ അവരുടെ ഔറത്ത് വെളിവാവുകയാണ്. പല വിദ്യാർത്ഥികളും പല ആളുകളും നിസ്കരിക്കാൻ വേണ്ടി നിന്നു റുകൂയിലേക്ക് പോകുമ്പോൾ അവന്റെ ബാക്കിലെ ഔറത്താണ് പിന്നിൽ സഫിൽ നിൽക്കുന്നവർ കാണേണ്ടി വരുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ പറയും വേണ്ട, കാരണം ഷർട്ട് അങ്ങോട്ട് പൊങ്ങി പാൻറ് താഴോട്ടും പോയി, പിന്നെ അണ്ടർവെയറിന്റെ കമ്പനിയും അതുപോലെ തന്നെ ഔറത്തുമൊക്കെയാണ് ആളുകൾക്ക് കാണേണ്ടി വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളതിൽ പെട്ടുപോകരുത്. ആ നിസ്കാരം വെറുതെയായി. അതേപോലെ തന്നെ എൻ്റെ പൊന്നനിയത്തിമാർ, നിങ്ങൾ മനസ്സിലാക്കണം, പാൻറ്റും ജീൻസും അതുപോലെ തന്നെ ഷർട്ടും പേരിന് തലയിൽ ഒരു ടോപ്പും ചുറ്റിക്കെട്ടിയിട്ട് നിസ്കരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിന്? അത് നമ്മെ നന്മയിലേക്ക് പിടിച്ചു നിർത്തുവാനാണ്, തിന്മയിൽ നിന്ന് തടയുവാനാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ വിധത്തിൽ നിസ്കരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകണം. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഒരു ദിവസത്തിൽ അല്പനേരമെങ്കിലും ഖുർആൻ ഓതുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹോസ്റ്റൽ റൂമിൽ എത്രയെത്ര പുസ്തകങ്ങളാണ് അട്ടിവെച്ചിട്ടുള്ളത്, നമ്മൾക്ക് പഠിക്കുവാനുള്ളതും ആവശ്യമുള്ളതും അല്ലാത്തതുമൊക്കെ. അതിനിടയിൽ ഖുർആനിന്റെ ഒരു കോപ്പിയെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ മൊബൈലിൽ ഖുർആനിന്റെ ആപ്പുണ്ടോ? അത് കൃത്യമായി പാരായണം ചെയ്യാൻ. നിത്യജീവിതത്തിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ ധാരാളം ദിക്റുകളും ദുആകളും ചൊല്ലാനുണ്ട്. അവ കൈപ്പുസ്തകം നിങ്ങളുടെ കൈകളിലുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അദ്കാറിന്റെ ആപ്പുകളുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടേതായ കടമകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടവരാണ്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തോട് കടമകളുണ്ട്. ഉറക്കം കൃത്യസമയത്ത് കിട്ടാതെ തിന്മകളിൽ അഭിരമിച്ചുകൊണ്ട് ഉറക്കമിളക്കുന്ന ധാരാളം ആളുകളായിരിക്കും ഹോസ്റ്റൽ റൂമുകളിൽ ഉണ്ടാവുക. നന്മകൾ ചെയ്തുകൊണ്ട് പോലും ഉറക്കമിളക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. അനിവാര്യ ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ആവാമെന്നുള്ളതല്ലാതെ കൂടുതൽ നിസ്കരിച്ചുകൊണ്ട് ഉറക്കമിളക്കുന്നതിനെ പോലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്. മനുഷ്യന് സ്വന്തത്തോട് കടമയുണ്ട്. അവന്റെ ശരീരം പ്രധാനമാണ്, ആരോഗ്യം പ്രധാനമാണ്. ആരെയും വകവെക്കാതെ ബൈക്കിൽ ഇങ്ങനെ ഹൈ സ്പീഡിൽ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഹൈ സ്പീഡിൽ വാഹനമോടിച്ചുകൊണ്ട് അപകടം ഇരന്നു വാങ്ങുന്നവർ, മരണം വരിക്കുന്നവർ നമുക്ക് ചുറ്റും നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ മനോനില തകർക്കുന്ന ആളുകൾ, ശാരീരികമായി ആകെ തകർന്നു പോകുന്ന എത്രയോ ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച വിധത്തിലുള്ള ഹെയർ സ്റ്റൈലുകളും അതേപോലെ തന്നെ ടാറ്റു സംസ്കാരങ്ങളിലും അഭിരമിച്ചുകൊണ്ട് വൃത്തികെട്ട രൂപത്തിലുള്ള കോലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവാം. നമ്മളതിൽ പെട്ടുപോകരുത്. നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. മാതാവിനോടും പിതാവിനോടുമൊക്കെ തൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവരതിന് എന്തെങ്കിലും ഒരു എതിര് പറഞ്ഞാൽ അവരെ തെറി പറയുന്ന, അവരോട് കയർത്ത് സംസാരിക്കുന്ന മക്കളാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ മനസ്സിലാക്കണമെന്ന്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും പൊന്നുമ്മയോട് പറഞ്ഞു പോകരുത്, പൊന്നുപ്പയോട് പറഞ്ഞു പോകരുത്. മറിച്ച് നിങ്ങൾ മാന്യമായി അവരോട് സംസാരിക്കൂ, ബഹുമാനത്തോടെ സംസാരിക്കൂ, നിരന്തരമായി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് കരള് പൊട്ടി നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഉറ്റുനോക്കുകയാണ് പ്രതീക്ഷയോടെ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് ചുറ്റുമുള്ള സമൂഹം അവർ നമ്മെ കാത്തിരിക്കുകയാണ്. നല്ല നല്ല പ്രൊഫഷണലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ആരാണ്? നമ്മളൊക്കെ ആരാണ്? കുൻതും
ഖൈറ ഉമ്മ. നമ്മളൊക്കെ ഒരു ഉത്തമ സമുദായത്തിന്റെ ആളുകളാണ്. നമുക്കൊരു ബാധ്യതയുണ്ട് ഈ സമൂഹത്തോട്. അതെന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ കൽപ്പിക്കണം. ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ ചീത്തയായ കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുവാനും നമുക്ക് സന്നദ്ധരാവാൻ സാധിക്കണം. നമ്മൾ ഇവിടെ എത്തിയത് അതേപോലെയുള്ള കുറെ ആളുകൾ നമ്മോട് ഇടപെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് നാം കാരണം ഇനി വരും പ്രൊഫ്കോണുകളിലും വരും നല്ല നല്ല വിജ്ഞാന സദസ്സുകളിലും നമ്മുടേതായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസുകളിലും ഉണ്ടാകുവാൻ നമുക്ക് സാധ്യമായാൽ നമുക്ക് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെ ആയിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ചങ്കുകളാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സുകൾ നമുക്ക് നമ്മുടെ ഖബറോളം എത്തിയാൽ പോരാ, സ്വർഗത്തിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. സ്വർഗത്തിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കേട്ടിട്ടുള്ള ആശയം, ഈ പഠിച്ച ആദർശം അത് നമ്മളെ കേട്ടിട്ടുള്ളൂ. സ്നേഹത്തോടെ നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. അദ്ദീനു അന്നസീഹ, മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവരോടും നമുക്ക് നല്ല നല്ല ഗുണകാംക്ഷയാണ് ഉണ്ടാവേണ്ടത്. സ്നേഹത്തോടെ, ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ നമ്മൾ പഠിച്ച ഈ സംസ്കാരത്തെ സ്നേഹബുദ്ധിയ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അത് ഏതെങ്കിലും ആളുകളുടെ കോമാളിത്തരങ്ങൾ കണ്ട് കോമാളിയായി ജീവിക്കുവാനുള്ളതല്ല. പല പേരുകളിൽ ലൈവ് സ്ട്രീമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പല കോമാളിക്കാരുമുണ്ടാകും, പല കോമാളി വേഷം കെട്ടിയവരുമുണ്ടാകും. അവരുടെ പ്രചാരകരും അവരുടേതായ പിൻഗാമികളും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്പിരാട്ടികളും കോമാളിത്തരങ്ങളും ഏറ്റെടുക്കേണ്ടവരല്ല നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളാണ് പലപ്പോഴും വിവാഹ മണ്ഡപങ്ങളിൽ എത്തി പേക്കൂത്തുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏറ്റവും സുന്ദരവും മനോഹരവുമായ ഒരു നിമിഷം കാത്തു നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരും ധാരാളം ഒരുപാട് ആളുകൾ അങ്ങനെയല്ലേ? എൻ്റെ വിവാഹ ദിവസം എനിക്കെൻ്റെ റബ്ബ് തരുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, അതിൽ പേക്കൂത്തുകൾക്ക് ഞാൻ ഉണ്ടാവുകയില്ല. സ്ത്രീയുടെ വേഷം കെട്ടിക്കൊണ്ട് ആണുങ്ങൾ വെറും ആ രൂപത്തിലുള്ള വേഷം ധരിച്ചുകൊണ്ട് സ്റ്റേജിൽ വെച്ച് കോമാളിക്കളി കാണിക്കുമ്പോൾ അതിനൊക്കെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ സന്ദേശം ലഭിച്ച നിങ്ങളാരും ഇനി മുതൽ ഉണ്ടാകുവാൻ പാടില്ല. കാരണം എനിക്കൊരന്തസ്സുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് നിസ്കാരത്തിൽ പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണെന്നതിൽ ഞാൻ പ്രൗഡ്, ഞാൻ വല്ലാത്ത അഭിമാനമാണ് എനിക്കുള്ളത്. ആ നിലക്കുള്ള ഒരു ജീവിതത്തിനല്ലാതെ ഒരു കോമാളിത്തരങ്ങളിലും റബ്ബിന് വിരോധമുള്ള, അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലും പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, അനിയത്തിമാരെ, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകരുത്. മറിച്ച് ക്യാമ്പസുകളിൽ കാണുന്ന നെറികെട്ട വർത്തമാനങ്ങളുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന ചില ക്യാമ്പസ് ഭാഷകളുണ്ട്, അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ചില തെറിപ്പാട്ടുകളുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും നമ്മളത് ഉപയോഗിക്കുവാനേ പാടില്ല. കാരണം സത്യവിശ്വാസി തെറി പറയാത്തവനാണ്, സത്യവിശ്വാസി തെറി വിളിക്കാത്തവനാണ്. നമ്മുടെ നേതാവിൻ്റെ തിരുമൊഴിയാണത്. ഓരോരുത്തരും അത് നെഞ്ചേറ്റേണ്ടതുണ്ട്. നേതൃത്വം നൽകുവാൻ പ്രാപ്തിയുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് വളർന്നു വരണം. വൈജ്ഞാനിക മേഖലയിൽ പ്രബോധന രംഗത്തൊക്കെ ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് അത്യുന്നതമായ നേതൃപദവിയിലേക്ക് എത്തുവാൻ കഴിവുള്ള ആളുകളെ സമ്മാനിച്ചത് ഇതേപോലെയുള്ള പ്രോഫ്കോണുകളാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് പ്രതിഭകൾ അവരൊക്കെ നിങ്ങളെപ്പോലെ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ച് വളർന്ന് ഇപ്പോൾ അതാ വൈജ്ഞാനിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും അവരുടേതായ ശഖ്സിയത്തും പേഴ്സണാലിറ്റിയും നിലനിർത്തുന്നതോടൊപ്പം അവർ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നല്ല ഒരു തലമുറയുടെ, ഉത്തമമായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടി അവരൊക്കെ ഇന്ന് നേതൃനിരയിലുണ്ട്. നമുക്കും സാധിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുക, വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് വേണം നിങ്ങൾ മടങ്ങിപ്പോകുവാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് വിടുന്നതിന്റെ മുമ്പ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. വിശദമായി പറയേണ്ടതാണ്, ചുരുക്കി പറയുകയാണ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭയം നൽകണമേ. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക്. ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചുള്ള ഭയം നീ സദാ നിലനിർത്തി തരണമേ. എത്രത്തോളം പേടി വേണം, ഇനി ഒരു തിന്മയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കരുത്, അതിന് മാത്രം നിന്നെ പേടി നീ ഞങ്ങൾക്ക് തരണം. അതേപോലെ തന്നെ വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക്, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കുന്ന വിധത്തിൽ എന്തൊക്കെ സൽക്കർമ്മങ്ങളിൽ ഞങ്ങൾ മുഴുകണോ അതിനൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം. വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയ, ദുനിയാവിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഏതു പരീക്ഷണങ്ങളാവട്ടെ അതൊക്കെ നിസ്സാരമായി കാണുവാൻ തക്ക മനസ്സിന് നല്ല കരുത്ത് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുവ്വാതിനാ, ഞങ്ങളുടെ കണ്ണിനും കാതിനും ഞങ്ങളുടെ ശരീരത്തിനും നീ എന്നെന്നും ആരോഗ്യം നിലനിർത്തി തരണമേ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രാർത്ഥികൾ. അതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, അല്ലാഹുമ്മ ലാ തജ്അൽ വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ആദർശത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ റബ്ബേ മുസീബത്തുകൾ ഉണ്ടാവരുതേ. ഈ സന്മാർഗത്തിന്റെ പാതയിൽ നിന്ന് തെറ്റി തികച്ചും പൈശാചികമായ ചെളിക്കുണ്ടിലേക്ക് വീഴുന്ന ഒന്നും ഞങ്ങളിലില്ലാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. ഇതൊക്കെ മുസ്തഫ ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന കാര്യമാണ്. നിങ്ങൾ ആ ദുആയൊക്കെ പഠിക്കണം, പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾ മടങ്ങിപ്പോകുമ്പോഴും നിങ്ങളുടെ യാത്രാവാഹനങ്ങളിൽ വെച്ച് അല്ലാഹുവേ ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫർ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ, അല്ലാഹുവേ നല്ലത് മാത്രം ചെയ്യാൻ തൗഫീക്ക് തരണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, ഞങ്ങളുടെ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, അതൊക്കെ അതിലെ വാചകങ്ങളാണ്. റബ്ബേ ഈ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ. റബ്ബേ നീ കാണാത്ത നീ കേൾക്കാത്ത ഒരു നിമിഷം എനിക്കില്ല. അതുകൊണ്ട് യാത്രയിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം എന്നുള്ള അകമഴിഞ്ഞുള്ള പ്രാർത്ഥനയോടെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ക്യാമ്പസുകളിൽ പോയി ഒരു പുതുജീവിതത്തിന് തുടക്കം കുറിക്കുക. അതിൻ്റെ മുമ്പിൽ വരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതൊക്കെ ദുഷിച്ച സാഹചര്യങ്ങളുണ്ടോ കരുത്തോടെ നേരിടുക. അങ്ങനെ ഒരു വെളിച്ചം പകരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുവാൻ ഈ 29ാമത്തെ പ്രോഫ്കോണും നമുക്ക് സഹായകരമായി മാറുവാൻ റബ്ബിൻ്റെ സഹായമുണ്ടാകട്ടെ എന്ന് അകമഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മാറാവ്യാധികളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയും നമ്മുടെ പൊന്നുമക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.